ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് പിക്കിൾ ബിസിനസ് മാത്രമല്ല, ഞങ്ങൾക്കൊരു ക്ലൗഡ് കിച്ചനും കൂടെ ഉണ്ട്. സൊമാറ്റോ വഴി ഞങ്ങൾ അതിനകത്ത് കൂടി ഫുഡ് ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഞങ്ങൾ അതിനകത്ത് കൊടുക്കുന്നത് പിക്കിളാണ് ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ മട്ടേരി കഞ്ഞിയും അതിൻ്റെ സൈഡ് ഡിഷസും, പിന്നെ ഈ കഞ്ഞിക്ക് ആഡ് ഓൺ ആയിട്ട് ഫിഷ് ഫ്രൈയും എഗ് ഓംലെറ്റും ബോയിൽഡ് എഗ്ഗും കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ജ്യൂസും, പല വെറൈറ്റീസ് ജ്യൂസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഓർഡർ വന്നപ്പോഴത്തേക്കും, സാധാരണ നമുക്ക് മാക്സിമം ഒരു 4 മിനിറ്റൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് വന്നത് ഒരു 13 മിനിറ്റ് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ക്ലൗഡ് കിച്ചണിൽ എന്താണ് കൊടുക്കുന്നത്, ഇപ്പോൾ ഇന്നത്തെ ഈ വന്ന ഒരു ഓർഡറിൽ ഞാൻ എന്താണ് കൊടുക്കുന്നതെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ഓർഡറിൽ ഞാൻ എന്താണ് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു മട്ടേരി കഞ്ഞിയുടെ ഓർഡറാണ് വന്നത്. അപ്പോൾ കഞ്ഞിയൊക്കെ കഴിയാറായി. അപ്പോൾ ഇതുപോലെ മട്ടേരി കഞ്ഞിയാണ്. അത് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്, പക്ഷേ വെന്ത് ഉടഞ്ഞിട്ടുമില്ല. ഈ ഒരു രീതിക്കാണ് കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിൽ കഞ്ഞി എടുക്കും. ഒരുപാട് വെള്ളം ഒഴിക്കത്തില്ല, കൂടുതലും റൈസായിട്ട് ഇടുന്നത്. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് മെയിനായിട്ട് കൊടുക്കുന്നത് ചെറുപയറിൻ്റെ തോരനാണ്. അപ്പോൾ എല്ലാം ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ചെറുപയർ തോരൻ. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു ഓർഡറിനകത്ത് എനിക്ക് ഫിഷ് ഫ്രൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഫിഷ് ഫ്രൈയുടെ കൂടെ ഞങ്ങൾ കൊടുക്കുന്നത് നെത്തോലി ഫ്രൈ ആണ്. തിരുവനന്തപുരത്ത് നെത്തോലി എന്നാണ് പറയുന്നത്, വേറെയുള്ള സ്ഥലങ്ങളിൽ കൊഴുവ, നെത്തൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമുക്ക് എന്ത് ഫിഷാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഫിഷ് കൊടുക്കും. പക്ഷേ ഇപ്പോൾ നെത്തോലിയുടെ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് നെത്തോലിയാണ്. പക്ഷേ ഇത് ഈ ഓർഡറിൽ കൊടുക്കാനുള്ളതല്ല, അടുത്ത അടുപ്പിൽ ഞാൻ അതും കൂടെ ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് ഫിഷാണോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് കൊടുക്കും. ഇന്ന ഫിഷ് എന്നൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു പോർഷനാണ്, ഒരു കഞ്ഞിയുടെ കൂടെ കൊടുക്കുന്ന ഒരു പോർഷനാണ് ഞാൻ ഈ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് കണ്ടെയ്നറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ പയർ തോരൻ ഇതുപോലൊരു കണ്ടെയ്നറിനകത്ത് നിറച്ചെടുക്കും. അതിൻ്റെ കൂടെ ഞാൻ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ചാർ ഇന്ന് കൊടുക്കുന്നില്ല. ഞാനൊരു അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ അതൊരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ അത് ഉപയോഗിക്കാറുള്ളൂ. അച്ചാർ കുറച്ച് ദിവസം ഇരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇട്ട അച്ചാറാണ്, വെളുത്തുള്ളിയുടെ അച്ചാറാണിത്. അപ്പം ഞാൻ അച്ചാറൊക്കെ നേരത്തെ പാക്ക് ചെയ്ത് വെക്കും. ഇതുപോലെ ഇതിപ്പം മുളകിട്ട നാരങ്ങ അച്ചാറാണ്, അതുപോലെ വെള്ള നാരങ്ങ അച്ചാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പല 2-3 സൈസ് അച്ചാറൊക്കെ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് അന്നേരം എന്ത് കൊടുക്കണമെന്ന് തോന്നും അതിൽ നിന്ന് ഒരെണ്ണം ഇട്ട് കൊടുക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇതുപോലെ മുളകിട്ട നാരങ്ങ അച്ചാറാണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ അച്ചാർ എടുത്തു. പിന്നെ ഞങ്ങൾ കഞ്ഞിക്കകത്ത് ഉപ്പിടാറില്ല, ഓരോരുത്തരുടെ ഉപ്പിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം ഇതുപോലെ ഒരു ചെറിയ പാക്കറ്റിനകത്ത് ഉപ്പ് സെപ്പറേറ്റ് വെച്ച് കൊടുക്കും. പിന്നെ നല്ല ഇഞ്ചിയൊക്കെ വെച്ച് അരച്ച തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ കഞ്ഞി ഇതുപോലെ കണ്ടെയ്നറിനകത്ത് ആക്കിയതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഞങ്ങളുടെ ലാമിയം ഫുഡ്സിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കും അതിൻ്റെ മുകളിലോട്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് അച്ചാറിൻ്റെ ബിസിനസ്സാണ് നമ്മുടെ മെയിൻ. അപ്പോൾ അതിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അച്ചാറിൻ്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാർഡ് ഇതിനകത്തോട്ട് വയ്ക്കും. അപ്പോൾ നമ്മളിപ്പം മെയിൻലി കൊടുക്കുന്നത് നാരങ്ങ അച്ചാർ, നാരങ്ങ ഡേറ്റ്സ്, വെള്ള നാരങ്ങ, മാംഗോ, വെളുത്തുള്ളി, പിന്നെ ഫിഷ്, പ്രോൺസ്, ചിക്കൻ, ബീഫ്, ഇത്രയും അച്ചാറാണ് ഞങ്ങളിപ്പോൾ മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഓൾ ഇന്ത്യ ഡെലിവറി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തും വേണമെന്നുണ്ടെങ്കിൽ ഗൾഫിലോട്ട് കൊണ്ടുപോകാനോ അതുപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കൊടുക്കാനായിട്ടുള്ള അച്ചാറിൻ്റെ ഓർഡർ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു കാർഡ് ഈ കഞ്ഞിയുടെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട്, ഇനി ഞങ്ങൾ കഞ്ഞി കുടിക്കാനുള്ളൊരു സ്പൂണ് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇത് സാധാരണ നോർമലി ഡെസേർട്ട് സ്പൂണല്ല, ഇച്ചിരി കൊഴുവുള്ള സൂപ്പും കഞ്ഞിയൊക്കെ കുടിക്കാൻ പറ്റിയ തരത്തിലുള്ള ഇച്ചിരി കൊഴുവുള്ള സ്പൂണാണ് വെക്കുന്നത്. ഈ സ്പൂണും കൂടെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ചുറ്റും റൗണ്ട് ചെയ്തിട്ട് ഒരു സെല്ലോ ടൈപ്പ് ഒട്ടിക്കും. പിന്നെ ഒരു പപ്പടവും കൊടുക്കുന്നുണ്ട്, ഒരു കൊണ്ടാട്ടം മുളകും കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത് ഇതുപോലൊരു കവറിനകത്ത് പപ്പടവും കൊണ്ടാട്ട മുളകും വെച്ച് കൊടുത്തതിന് ശേഷം ഈ കവറ് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അപ്പം എല്ലാം എടുത്തു കഴിഞ്ഞു. പയർ തോരനായി, ചമ്മന്തിയായി, അച്ചാറായി, ഇനി ഉപ്പ്, പിന്നെ പപ്പടവും കൊണ്ടാട്ട മുളകും. ഇത്രയാണ് നമ്മൾ ഒരു ഓർഡറിൽ കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഒരു പേപ്പറിൻ്റെ കവറിനകത്തോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ കഞ്ഞി എത്ര റേറ്റിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല. കാരണം ഈ സൊമാറ്റോയ്ക്കകത്ത് തന്നെ ക്ലൗഡ് കിച്ചൺ ചെയ്യുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. പലരും പല റേറ്റിനാണ് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ അവരെടുക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും അനുസരിച്ചിട്ടൊക്കെ വില ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പരസ്യമായിട്ട് വില പറഞ്ഞിട്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ ഇതിനകത്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ട് വില എത്രയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ക്ലൗഡ് കിച്ചനകത്ത് ഇപ്പോൾ വന്ന ഓർഡർ. ഇത് മാത്രമല്ല, ചിലപ്പം ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് എഗ് ഓംലെറ്റ് വരാറുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഫിഷ് ഫ്രൈ വരാറുണ്ട്, ബോയിൽഡ് എഗ്ഗ് വരാറുണ്ട്. പിന്നെ ചില സമയത്ത് തീരെയും കഞ്ഞിയുടെ ഓർഡർ വരാറില്ല, ജ്യൂസ് മാത്രമായിട്ട് ഓർഡർ വരാറുണ്ട്. ജ്യൂസ് നമ്മളിപ്പം കൊടുക്കുന്നത് അവിൽ മിൽക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ ലൈം ജ്യൂസ്, നന്നാറി ജ്യൂസ്, നന്നാറി സർബത്ത്, നന്നാറി ജ്യൂസല്ല നന്നാറി സർബത്ത്, പിന്നെ അതുപോലെ ഷെയ്ക്ക്, പല രീതിക്കുള്ള ഷെയ്ക്കും കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മാത്രമായിട്ട് ഓർഡർ വരും. പിന്നെ അച്ചാർ മാത്രമായിട്ട് ഓർഡർ വരും. ഈ കഞ്ഞിയും അച്ചാറും ചേർന്നിട്ടുള്ള ഓർഡർ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലൗഡ് കിച്ചൺ ഓർഡറിൻ്റെ വിശേഷങ്ങൾ. ഞങ്ങൾ സൊമാറ്റോയിൽ മാത്രമേ ഡെലിവറി ചെയ്യുന്നുള്ളൂ. ഞങ്ങളുടെ ഏരിയയിൽ സ്വിഗ്ഗിയുടെ സർവീസ് ഇല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.